CPM-ന്റെ രാഷ്ട്രീയ നാടകമാണോ? മൂന്നാമതൊരു പെൺകുട്ടിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നു, ഭ്രൂണഹത്യക്ക് നിർബന്ധിച്ചു എന്ന് പറയുന്നു. ഒന്നാമത്തെ അതിജീവിത ഇന്ന് അവരുടെ ഫേസ്ബുക്ക് പേജിൽ വളരെ ഹൃദയഭേദകമായി എഴുതിയിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പ് നമ്മൾ കണ്ടതല്ലേ? ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവർ അമ്മയ്ക്കുണ്ടാകുന്ന വേദനയല്ലേ അതിന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുക, അതുതന്നെ ഏറ്റവും ക്രൂരമായ ഒരു സംഭവമാണ്. ബലാത്സംഗം ചെയ്യപ്പെട്ട് ആ പെൺകുട്ടി ഗർഭിണിയാവുമ്പോൾ, ഇപ്പോൾ ഈ മൂന്നാമത്തെ അതിജീവിതയെ സംബന്ധിച്ചിട്ട് ഇവരെ ഡൈവോഴ്സ് ചെയ്യിപ്പിച്ച് കൊണ്ടുവന്ന് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളതാണ് കേസ്. ഒന്നാം അതിജീവിതയും സമാനമായ രീതിയിൽ തന്നെ അല്ലായിരുന്നോ? കുറച്ചൊക്കെ വ്യത്യസ്തതകൾ ഉണ്ടെങ്കിൽ തന്നെയും. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത്, നിന്നിൽ എനിക്കൊരു കുഞ്ഞിനെ വേണം, ഈ ഭ്രൂണഹത്യ ചെയ്യാൻ മാത്രമേ എത്ര ഒരു ക്രൂരനായിരിക്കണം അയാള്, എത്ര വലിയൊരു ക്രിമിനൽ മൈൻഡുള്ള ഒരാളായിരിക്കണം. അതായത് സ്വന്തം ശരീരത്തിൽ നിന്നുണ്ടാകുന്ന ഒരു കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹിക്കുന്ന ഒരുത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒരു മനുഷ്യനായിട്ട് ഈ ലോകത്ത്, ഈ ഭൂമിയിൽ ജീവിക്കാൻ പോലും അർഹനാണോ?